സ്വാമി വിവേകാനന്ദൻ. നരേന്ദ്രനാഥ് ജനിച്ചത് കൽക്കട്ടയിലായിരുന്നു. പിൽക്കാലത്ത് നരേന്ദ്രൻ രാമകൃഷ്ണ പരമഹംസനെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തിൻ്റെ അനുയായിയാവുകയും ചെയ്തു. തൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്ന് നടത്താൻ വേണ്ടി തൻ്റെ പിൻഗാമിയാകാൻ പരമഹംസർ നരേന്ദ്രനോട് ആവശ്യപ്പെട്ടു. സ്വാമി വിവേകാനന്ദ 1863 to 1902 was a great social reformer, renowned thinker and practical saint of modern India. He was born in 1863 in Calcutta. His original name was Narendranath Datta. Vivekananda was a very versatile man, singer, saint, thinker, religious and social reformer, and a great orator and writer. He was one of the first to introduce the ancient treasures of Indian philosophy and classical yoga to the world outside of India. A towering figure of the Indian Renaissance, Swami Vivekananda not only revived faith of an enslaved and demoralized people in their own religion, but also breathed in them a fiery zeal of revolution to fight the British rule. According to Subhash Chandra Bose, Vivekananda is a marker of modern India. National Youth Day in India is held on his birthday, January 12th, to commemorate him. സ്വാമി വിവേകാനന്ദൻ ആധുനിക ഇന്ത്യയിലെ ഒരു മികച്ച സാമൂഹിക പരിഷ്കർത്താവും പ്രശസ്ത ചിന്തകനും പ്രായോഗിക വിശുദ്ധനുമായിരുന്നു. 1863 കൽക്കട്ടയിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. നരേന്ദ്രനാഥ് ദത്ത എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. വിവേകാനന്ദൻ വളരെ വൈവിധ്യമാർന്ന മനുഷ്യ, ഗായകൻ, സന്യാസി, ചിന്തകൻ, മത സാമൂഹിക പരിഷ്കർത്താവ്, മികച്ച വാഗ്മിയും എഴുത്തുകാരനും ആയിരുന്നു. ഇന്ത്യൻ തത്വചിന്തയുടെയും ക്ലാസിക്കൽ യോഗയുടെയും പുരാതന നിധികൾ ഇന്ത്യക്ക് പുറത്തുള്ള ലോകത്തിന് ആദ്യമായി പരിചയപ്പെടുത്തിയവരിൽ ഒരാളാണ് അദ്ദേഹം. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ അഗ്രഗണ്യനായ വ്യക്തി സ്വാമി വിവേകാനന്ദൻ അടിമകളും അധപ്പതിച്ചവരുമായ ഒരു ജനതയുടെ വിശ്വാസം പുനരുജ്ജീവിപ്പിച്ച് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാനുള്ള വിപ്ലവത്തിൻ്റെ തീഷ്ണത ഭാരതീയരിൽ ഉണർത്തുകയും ചെയ്തു. സുഭാഷ് ചന്ദ്രബോസിന്റെ അഭിപ്രായത്തിൽ വിവേകാനന്ദനാണ് ആധുനികതയുടെ നിർമ്മാതാവ്. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ ജന്മദിനമായ ജനുവരി 12 ഇന്ത്യയിൽ ദേശീയ യുവജന ദിനം ആചരിക്കുന്നു. Vivekananda's philosophy. Swami Vivekananda was a Vedantic idealist who believed that ultimate reality is essentially spiritual or ideal in character. His idealism is monistic and he described the absolute as Sat, existence, Chit, consciousness and Ananda, bliss and love. The following are important tenets of his philosophy. ആത്യന്തിക യാഥാർത്ഥ്യം അടിസ്ഥാനപരമായി ആത്മീയമാണെന്ന് വിശ്വസിച്ച ഒരു വേദാന്ത ആദർശവാദിയായിരുന്നു സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹത്തിൻ്റെ ആദർശവാദം ഏകീകൃതമാണ്. അദ്ദേഹം സമ്പൂർണതയെ സത്, അസ്തിത്വം, ചിത്, ബോധം, കോൺഷ്യസ്നസ്, ആനന്ദം എന്ന് വിശേഷിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ തത്വചിന്തയുടെ പ്രധാന തത്വങ്ങൾ ഇവയാണ്. ഹ്യൂമൻ ബീയിങ്സ് ആർ പ്രൈമർലി കോൺഷ്യസ്നസ് ആൻഡ് ദ ഇൻഡിവിജ്വൽ സോൾ ഈസ് പാർട്ട് ഓഫ് ദി കോസ്മിക് കോൺഷ്യസ്നസ്. മനുഷ്യൻ പ്രാഥമികമായി അറിവുള്ളവരാണ്, പ്രബുദ്ധരാണ്. വ്യക്തിഗത ആത്മാവ് പ്രപഞ്ച സംബന്ധമായി അവബോധത്തിന്റെ ഭാഗമാണ്. കോസ്മിക് കോൺഷ്യസ്നസ്. ദ അൾട്ടിമേറ്റ് റിയാലിറ്റി ഈസ് എസെൻഷ്യലി സ്പിരിച്വൽ ഓർ ഐഡിയൽ ഇൻ ക്യാരക്ടർ. ആത്യന്തിക യാഥാർത്ഥ്യം അടിസ്ഥാനപരമായി ആത്മീയമോ അനുയോജ്യമോ ആയ സ്വഭാവമാണ്. ഗോഡ് ഈസ് ദ ഒൺലി റിയാലിറ്റി ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദ വേൾഡ് ആൻഡ് ഹി ഈസ് ദ യൂണിവേഴ്സൽ റിയാലിറ്റി. ഓൾ ഫിനോമിന ഓഫ് ദ മെറ്റീരിയൽ വേൾഡ് ആർ ഹിസ് മാനിഫെസ്റ്റേഷൻസ്. ലോകത്തിൽ നിലനിൽക്കുന്ന ഒരേ ഒരു യാഥാർത്ഥ്യമാണ് ദൈവം. അവൻ സാർവത്രിക യാഥാർത്ഥ്യമാണ്. ഭൗതിക ലോകത്തിലെ എല്ലാ പ്രതിഭാസങ്ങളും അവൻ്റെ പ്രകടനങ്ങളാണ്. God is supreme power and omniscient, knowing everything. He is infinite existence, infinite knowledge and infinite bliss. ദൈവം പരമശക്തിയും സർവജ്ഞനുമാണ്, എല്ലാം അറിയുന്നവനാണ്. അവൻ അനന്തമായ അസ്തിത്വവും അനന്തമായ അറിവും അനന്തമായ ആനന്ദവുമാണ്. Man is the incarnation of God and God manifests himself in man.
മനുഷ്യൻ ദൈവത്തിന്റെ അവതാരമാണ്. ദൈവം മനുഷ്യനിൽ സ്വയം പ്രത്യക്ഷപ്പെടുന്നു. ആത്മ is the true reality and it is identical with God. ആത്മാ യാഥാർത്ഥ്യമാണ്. അത് ദൈവവുമായി സമാനമാണ്. The essence of all religions is the same. It is only in non-essentials that differences are found. എല്ലാ മതങ്ങളുടെയും സാരാംശം ഒന്നു തന്നെയാണ്. അപ്രധാനമായ കാര്യങ്ങളിൽ മാത്രമാണ് വ്യത്യാസങ്ങൾ കാണുന്നത്. Love is the highest goal of religion. An individual become aware of and expresses his unity with mankind through love. സ്നേഹമാണ് മതത്തിന്റെ പരമോന്നത ലക്ഷ്യം. ഒരു വ്യക്തി സ്നേഹത്തിലൂടെ മനുഷ്യരാശിയുമായുള്ള ഐക്യത്തെ തിരിച്ചറിയുകയും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. സർവീസ് ടു മാൻ ഈസ് ഇക്വേറ്റഡ് വിത്ത് ഡിവോഷൻ ടു ഗോഡ്. മനുഷ്യനെ സേവിക്കുന്നത് ദൈവത്തോടുള്ള ഭക്തിക്ക് തുല്യമാണ്. All religions lead to the same goal. No religion is inferior to another. എല്ലാ മതങ്ങളും ഒരേ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നു. ഒരു മതവും മറ്റൊന്നിനേക്കാൾ താഴ്ന്നതല്ല. God is omnipresent, impersonal and without attributes. He is manifested in all creatures on earth. ദൈവം സർവ്വവ്യാപിയും വ്യക്തിത്വമില്ലാത്തവനും ഗുണങ്ങളില്ലാത്തവനും ആണ്. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളിലും അവൻ പ്രകടമാണ്. God is omnipresent. ദൈവം സർവ്വവ്യാപി ആണ്. Perfection cannot be attained from outside. In fact, it is inherent within the individual himself. പുറത്തുനിന്ന് പൂർണ്ണത കൈവരിക്കാനാവില്ല. വാസ്തവത്തിൽ അത് വ്യക്തിയുടെ ഉള്ളിൽ തന്നെ അന്തർലീനമാണ്. Both Vedanta and science maintains common principles. വേദാന്തവും ശാസ്ത്രവും പൊതുവായ തത്വങ്ങൾ നിലനിർത്തുന്നു. By his own good deeds, man can win over his ignorance and sufferings. സ്വന്തം സൽക്കർമ്മങ്ങളാൽ മനുഷ്യൻ തന്റെ അജ്ഞതയെയും കഷ്ടപ്പാടിനെയും ജയിക്കാൻ കഴിയും. സ്വന്തം സൽക്കർമ്മങ്ങളാൽ. Jiva is Shiva. Each individual is divinity itself. Jiva is Shiva. Each individual is divinity itself. The service of God is possible only in and through the service of poor human beings. ജീവ ശിവനാണ്. ഓരോ വ്യക്തിയിലും ദൈവമുണ്ട്. പാവപ്പെട്ട മനുഷ്യരുടെ സേവനത്തിലൂടെ മാത്രമേ ദൈവസേവനം സാധ്യമാകൂ. Vivekananda's views on education. Education occupies an important position in Vivekananda's scheme of social regeneration. His philosophy of education is a reflection of his general philosophy of life. Hence, the philosophy of Vedanta and Upanishad constituted the basis of his educational ideals. According to Vivekananda, education should foster spiritual faith, devotion and self-surrender in the individual and should promote full development through service and sacrifice. His educational ideals can be summarized under different titles as follows. വിവേകാനന്ദനെ കുറിച്ചുള്ള വീക്ഷണങ്ങൾ. വിവേകാനന്ദന്റെ സാമൂഹിക പുനരുജ്ജീവന പദ്ധതിയിൽ വിദ്യാഭ്യാസത്തിന് ഒരു പ്രധാന സ്ഥാനമുണ്ട്. വിദ്യാഭ്യാസത്തിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ തത്വചിന്ത അദ്ദേഹത്തിന്റെ പൊതുജീവിത ദർശനത്തിന്റെ പ്രതിഫലനമാണ്. അതിനാൽ വേദാന്തത്തിന്റെയും ഉപനിഷത്തുകളുടെയും തത്വചിന്ത അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ ആശയങ്ങളുടെ അടിത്തറയാണ്. വിവേകാനന്ദന്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസം വ്യക്തിയിൽ ആത്മീയ വിദ്യാഭ്യാസവും ഭക്തിയും ആത്മസമർപ്പണവും വളർത്തുകയും സേവനത്തിലൂടെയും ത്യാഗത്തിലൂടെയും സമ്പൂർണ്ണ വികസനം പ്രോത്സാഹിപ്പിക്കുകയും വേണം. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ ആശയങ്ങൾ താഴെ പറയുന്ന രീതിയിൽ വ്യത്യസ്ത തലക്കെട്ടുകളിൽ സംഗ്രഹിക്കാം. വിദ്യാഭ്യാസത്തിന്റെ അർത്ഥം. മീനിങ് ഓഫ് എഡ്യൂക്കേഷൻ. Defining education, Vivekananda said, education is a manifestation of perfection already existing in man. It reads, knowledge is inherent in man. No knowledge comes from outside. It is all inside. All knowledge, whether worldly or spiritual, lies embedded in the human mind. It lies dormant, covered with a veil of darkness or ignorance. Knowing is unveiling or discovering one's inner self. What a man learns is really what he discovers by taking the
cover of his own soul, which is a mine of infinite knowledge. വിദ്യാഭ്യാസത്തെ നിർവചിച്ചുകൊണ്ട് വിവേകാനന്ദൻ പറഞ്ഞു, വിദ്യാഭ്യാസം മനുഷ്യനിലുള്ള പൂർണ്ണതയുടെ പ്രകടനമാണ്. അറിവ് മനുഷ്യനിൽ അന്തർലീനമാണ്. ഒരു അറിവും പുറത്തു നിന്ന് വരുന്നില്ല, എല്ലാം ഉള്ളിലുണ്ട്. ലൗകികമോ ആത്മീയമോ ആയ എല്ലാ അറിവുകളും മനുഷ്യ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നു. അന്ധകാരത്തിൻ്റെയോ അജ്ഞതയുടെയോ മൂടുപടം മൂടിക്കിടക്കുന്നു. അറിയുക എന്നത് ഒരാളുടെ ആന്തരികതയെ അനാവരണം ചെയ്യുകയോ കണ്ടെത്തുകയോ ആണ്. അനന്തമായ അറിവിൻ്റെ ഖനിയായ സ്വന്തം ആത്മാവിൻ്റെ മറവെടുത്ത ഒരു മനുഷ്യൻ കണ്ടെത്തുന്നത് യഥാർത്ഥ കണ്ടെത്തലുകൾ ആണ്. Aims of education. The ultimate purpose of education, according to Vivekananda, is to manifest man's perfection fully and to reach the final goal of human life, that is self-realization. He boldly asserted the need of a man making education. Highlighting the aim of education, he declared that the end of all education, all training should be man-making. He recommended the following aims of education. വിവേകാനന്ദന്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തിക ലക്ഷ്യം മനുഷ്യന്റെ പൂർണ്ണതയെ പൂർണ്ണമായി പ്രകടിപ്പിക്കുകയും വെളിപ്പെടുത്തുകയും മനുഷ്യ ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യത്തിലെത്തുകയും ചെയ്യുക എന്നതാണ്. അതായത് ആത്മസാക്ഷാത്കാരം. വിദ്യാഭ്യാസം സൃഷ്ടിക്കുന്ന ഒരു മനുഷ്യന്റെ ആവശ്യകത അദ്ദേഹം ധൈര്യത്തോടെ പറഞ്ഞു. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം ഉയർത്തിക്കാട്ടി. എല്ലാ വിദ്യാഭ്യാസത്തിൻ്റെയും അവസാനം എല്ലാ പരിശീലനവും മനുഷ്യ നിർമ്മാണവുമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. എന്നിരുന്നാലും വിദ്യാഭ്യാസത്തിന് ഇനി പറയുന്ന ലക്ഷ്യങ്ങൾ ഉണ്ട്. ടു അച്ചീവ് ദ ഫുൾനെസ് ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി പ്രസന്റ് ഇൻ ദ ലേണർ. പഠിതാവിൽ ഇതിനകമുള്ള പൂർണ്ണത കൈവരിക്കാൻ. ടു എൻഷുർ ദ സെൽഫ് ഡെവലപ്മെന്റ് ഓഫ് ദി ലേണർ. പഠിതാവിൻ്റെ സ്വയം വികസനം ഉറപ്പാക്കൽ. ടു ഫെസിലിറ്റേറ്റ് ക്യാരക്ടർ ഫോർമേഷൻ. സ്വഭാവ രൂപീകരണം സുഗമമാക്കുന്നതിന്. ടു ബിൽഡ് അപ്പ് സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് റിലയൻസ് ആൻഡ് സെൽഫ് സഫിഷ്യൻസി ബേസ്ഡ് ഓൺ ബാലൻസ്ഡ് ഹ്യൂമൻ റിലേഷൻഷിപ്സ്. സമതുലിതമായ മാനുഷിക ബന്ധങ്ങളിൽ അധിഷ്ഠിതമായ ആത്മവിശ്വാസം, സ്വാശ്രയത്വം, സ്വയം പര്യാപ്തത എന്നിവ വളർത്തിയെടുക്കുക. ടു ഒപ്റ്റിമൈസ് ഫിസിക്കൽ, മെന്റൽ, മോറൽ ആൻഡ് സ്പിരിച്വൽ ഡെവലപ്മെന്റ്. ശാരീരികവും മാനസികവും ധാർമ്മികവും ആത്മീയവുമായ വികസനം ഡെവലപ്പ് ചെയ്യുക. ടു പ്രൊമോട്ട് യൂണിവേഴ്സൽ ബ്രദർഹുഡ്. സാർവത്രിക സാഹോദര്യം പ്രോത്സാഹിപ്പിക്കുക. ടു ജനറേറ്റ് ദ സ്പിരിറ്റ് ഓഫ് റിനൗൺസിയേഷൻ. ടു ഇൻകൾക്കേറ്റ് ദ ഫീലിംഗ് that we should work for others and do something to the world. ത്യാഗത്തിന്റെ ചൈതന്യം സൃഷ്ടിക്കാൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നും ലോകത്തിന് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള വികാരം വളർത്തി എടുക്കണം. കരിക്കുലം. Being a neo-Vedantic educator, Vivekananda advocated the inclusion of all those subjects and activities in the curriculum which foster material welfare side by side with spiritual advancement. On one hand, he stressed the study of Vedanta. On the other, he stated the importance of scientific education. He suggested a composite model of education for Indian which synthesizes the science and technology of the West and Indian Vedanta. The following are the salient features of the curriculum suggested by him. ഒരു നവവേദാന്ത അധ്യാപകൻ എന്ന നിലയിൽ ആത്മീയ പുരോഗതിക്കൊപ്പം ഭൗതിക ക്ഷേമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും പ്രവർത്തനങ്ങളും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് വിവേകാനന്ദൻ വാദിച്ചു. ഒരു വശത്ത് അദ്ദേഹം വേദാന്ത പഠനത്തിന് ഊന്നൽ നൽകി, മറുവശത്ത് അദ്ദേഹം ശാസ്ത്രീയ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രസ്താവിച്ചു. പാശ്ചാത്യരുടെ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഇന്ത്യൻ വേദാന്തവും സമന്വയിപ്പിക്കുന്ന ഒരു സംയോജിത വിദ്യാഭ്യാസ മാതൃക അദ്ദേഹം ഭാരതീയർക്ക് നിർദ്ദേശിച്ചു. അദ്ദേഹം നിർദ്ദേശിച്ച പാഠ്യപദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ ഇവയാണ്. Study of cultural heritage in terms of history, poetry, languages, grammar, religion, philosophy, Vedantic studies, study of Mahabharata, Ramayana, etc. Study of especially regional language, Sanskrit, link languages and English. ഭാഷകൾ, പ്രത്യേകിച്ച് പ്രാദേശിക ഭാഷകൾ, സംസ്കൃതം, ലിങ്ക് ലാംഗ്വേജ്, ഇംഗ്ലീഷ് എന്നിവ പഠിപ്പിക്കുക.
scientific knowledge through the study of various branches of modern science, Western technology, and engineering. Study of occasional subjects and home science, he strongly advocated games, sports, and physical education in curriculum at all levels. Methods of teaching. Vivekananda considered learning as a process of discovery of knowledge within the learner. As all knowledge is within the child, learning is only a function of his mind, and what is needed is just an awakening. This initial activation is provided through appropriate methods of teaching. Vivekananda was in favor of the ancient spiritual methods of teaching and the Gurukula system of education, where the Guru and his disciples lived in close association as in a family. The following are the important methods of teaching suggested by Vivekananda. പഠിതാവിനുള്ളിലെ അറിവ് കണ്ടെത്തുന്നതിനുള്ള ഒരു പ്രക്രിയയായാണ് വിവേകാനന്ദൻ പഠനത്തെ കണക്കാക്കിയത്. എല്ലാ അറിവുകളും കുട്ടികളുടെ ഉള്ളിലായതിനാൽ പഠനം അവൻ്റെ മനസ്സിൻ്റെ ഒരു പ്രവർത്തനം മാത്രമാണ്. ആവശ്യമുള്ളത് ഒരു ഉണർവ് മാത്രമാണ്. ഈ പ്രാരംഭ സജീവമാക്കൽ ഉചിതമായ അധ്യാപന രീതികളിലൂടെ ആണ് നൽകുന്നത്. ഒരു കുടുംബത്തിലെന്ന പോലെ ഗുരുവും ശിഷ്യനും അടുത്തിടപഴകിയിരുന്ന പ്രാചീന ആത്മീയ അധ്യാപന രീതികളോടും ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായത്തോടും വിവേകാനന്ദൻ അനുകൂലിയായിരുന്നു. വിവേകാനന്ദൻ നിർദ്ദേശിച്ച പ്രധാന അധ്യാപന രീതികൾ ഇവയാണ്: lectures and self-experience for acquiring new knowledge and attaining new insight. പുതിയ അറിവുകൾ നേടുന്നതിനും പുതിയ ഉൾക്കാഴ്ച നേടുന്നതിനുമുള്ള പ്രഭാഷണങ്ങളും സ്വയം അനുഭവവും. ഡിസ്കഷൻ ആൻഡ് കണ്ടംപ്ലേഷൻ ഫോർ അറ്റൈനിങ് ക്ലാരിറ്റി ഓഫ് തോട്ട് ആൻഡ് അസിമിലേഷൻ ഓഫ് ഐഡിയാസ്. ചിന്തയുടെ വ്യക്തത കൈവരിക്കുന്നതിനും ആശയങ്ങൾ സ്വാംശീകരിക്കുന്നതിനുമുള്ള ചർച്ചയും വിചിന്തനവും. മെഡിറ്റേഷൻ, യോഗ, കോൺസെൻട്രേഷൻ ഫോർ ഡെവലപ്പിംഗ് മെൻ്റൽ പവേഴ്സ് ആൻഡ് കൺട്രോളിംഗ് ഫ്ലീറ്റിംഗ് മെൻ്റൽ ഫാക്കൽറ്റീസ്. മാനസിക ശക്തികൾ വികസിപ്പിക്കുന്നതിനും ക്ഷണികമായ മാനസിക കഴിവുകളെ നിയന്ത്രിക്കുന്നതിനുമുള്ള ധ്യാനം, യോഗ, ഏകാഗ്രത. ഇൻഡിവിജ്വൽ ഗൈഡൻസ് ആൻഡ് ലൈഫ് എക്സാമ്പിൾസ് by the teacher for inculcating values and ensuring character development. മൂല്യങ്ങൾ വളർത്തി എടുക്കുന്നതിനും സ്വഭാവ വികസനം ഉറപ്പാക്കുന്നതിനും അധ്യാപകന്റെ വ്യക്തിഗത മാർഗനിർദ്ദേശവും ജീവിത ഉദാഹരണങ്ങളും. ബ്രഹ്മചര്യ, ഫെയ്ത്ത്, reverence for the Guru and for great teachers will create in him a love for all learning and knowledge, and this attitude will enable him to imbibe knowledge effectively. ബ്രഹ്മചര്യം, ശാരദ, വിശ്വാസം, ഗുരുവിനോടുള്ള ബഹുമാനം, മഹത്വമുള്ളവർ അധ്യാപകർ അവനിൽ എല്ലാ പഠനത്തോടും അറിവിനോടും സ്നേഹം സൃഷ്ടിക്കും. ഈ മനോഭാവം അറിവ് ഫലപ്രദമായി ഉൾക്കൊള്ളാൻ അവനെ പ്രാപ്തനാക്കും. സർവീസ് ടു കമ്മ്യൂണിറ്റി ഈസ് സജസ്റ്റഡ് as a method of learning social virtues. സാമൂഹിക സദ്ഗുണങ്ങൾ പഠിക്കുന്നതിനുള്ള ഒരു മാർഗമായി സമൂഹത്തിനുള്ള സേവനം നിർദ്ദേശിക്കപ്പെടുന്നു. He suggested travel as an ideal method of learning religion, culture, language and nature. മതം, സംസ്കാരം, ഭാഷ, പ്രകൃതി എന്നിവ പഠിക്കുന്നതിനുള്ള അനുയോജ്യമായ മാർഗമായി അദ്ദേഹം യാത്രയെ നിശ്ചയിച്ചു. ഡിസിപ്ലിൻ. Vivekananda considered discipline as an important aspect of one's character. Since human soul is an embodiment of Brahman, all elements of goodness are embedded in human nature. Hence, disciplining the child from outside is something impossible. Vivekananda, however, made following suggestion to awaken the inner elements of discipline in the child. വിവേകാനന്ദൻ അച്ചടക്കത്തെ ഒരാളുടെ സ്വഭാവത്തിന്റെ ഒരു പ്രധാന വശമായി കണക്കാക്കുന്നു. മനുഷ്യാത്മാവ് ബ്രഹ്മത്തിന്റെ മൂർത്തിഭാവമായതിനാൽ നന്മയുടെ എല്ലാ ഘടകങ്ങളും മനുഷ്യപ്രകൃതിയിൽ ഉൾച്ചേർന്നിരുന്നു. അതുകൊണ്ട് കുട്ടിയെ പുറത്തുനിന്ന് ശിക്ഷിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. എന്നിരുന്നാലും കുട്ടികളിലെ അച്ചടക്കത്തിന്റെ ആന്തരിക ഘടകങ്ങൾ ഉണർത്താൻ വിവേകാനന്ദൻ ഈ പറയുന്ന നിർദ്ദേശങ്ങൾ നൽകി. പ്രാക്ടീസ് ഓഫ് യോഗ ആൻഡ് meditation will help the learner to attain perfect harmony between the inner and outer life and maintain self-discipline.
യോഗയും ധ്യാനവും ശീലമാക്കുന്നത് പഠിതാവിനെ ആന്തരികവും ബാഹ്യവുമായ ജീവിതങ്ങൾക്കിടയിൽ തികഞ്ഞ ഐക്യം കൈവരിക്കുന്നതിനും സ്വയം അച്ചടക്കം നിലനിർത്താനും സഹായിക്കും. Purity of thought, deeds and action achieved through the observance of absolute brahmacharya will help to reduce the incidence of indiscipline in education. സമ്പൂർണ്ണ ബ്രഹ്മചര്യം പാലിക്കുന്നതിലൂടെ നേടിയെടുക്കുന്ന ചിന്ത, കർമ്മം, പ്രവൃത്തി എന്നിവയുടെ ശുദ്ധി വിദ്യാഭ്യാസത്തിലെ അച്ചടക്ക രാഹിത്യം കുറയ്ക്കാൻ സഹായിക്കും. The life example set by the Guru is a source of inspiration for the students to set their own standard of discipline. ഗുരു സ്ഥാപിച്ച ജീവിത മാതൃകകൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ അച്ചടക്കത്തിന്റെ നിലവാരം സ്ഥാപിക്കുന്നതിനുള്ള പ്രചോദനത്തിന്റെ ഉറവിടമാണ്. Undue domination and excessive authority of the teacher should be avoided as it would only stunt the natural growth of the child. അധ്യാപകന്റെ അനാവശ്യമായ ആധിപത്യം, അമിതമായ അധികാരവും ഒഴിവാക്കണം. കാരണം അത് കുട്ടിയുടെ സ്വാഭാവിക വളർച്ചയെ മുരടിപ്പിക്കും. Reduce do's and don'ts and create right environment for sprouting self-discipline. ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും കുറയ്ക്കുകയും സ്വയം അച്ചടക്കം മുളപ്പിക്കാൻ അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുക. Role of the teacher. Vivekananda attaches great importance to the character and personal life of the teacher. True education can be obtained only from Guru. The Guru, says Vivekananda, is the conveyance in which the spiritual influence is brought to the learner. His role is to motivate, demonstrate and persuade students to discover their own potential, intellect and to properly understand their mind, body and spirit. According to Vivekananda, the following are the essential qualities of a teacher. അധ്യാപകന്റെ സ്വഭാവത്തിനും വ്യക്തിജീവിതത്തിനും വിവേകാനന്ദൻ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നു. ഗുരുവിൽ നിന്ന് മാത്രമേ യഥാർത്ഥ വിദ്യാഭ്യാസം ലഭിക്കൂ. വിവേകാനന്ദൻ പറയുന്നത് പഠിതാവിലേക്ക് ആത്മീയ സ്വാധീനം എത്തിക്കുന്ന പ്രബോധനമാണ് ഗുരു. വിദ്യാർത്ഥികളെ അവരുടെ സ്വന്തം കഴിവും ബുദ്ധിയും കണ്ടെത്താനും അവരുടെ മനസ്സ്, ശരീരം, ആത്മാവ് എന്നിവ ശരിയായി മനസ്സിലാക്കാനും അവരെ പ്രചോദിപ്പിക്കുക, പ്രകടിപ്പിക്കുക, പ്രേരിപ്പിക്കുക എന്നിവയാണ് അധ്യാപകന്റെ പങ്ക്. വിവേകാനന്ദന്റെ അഭിപ്രായത്തിൽ ഇനി പറയുന്നവ ഒരു അധ്യാപകന്റെ അവശ്യ ഗുണങ്ങളാണ്. A teacher must be dedicated to his profession and teach with devotion, purity of mind and heart. ഒരു അധ്യാപകൻ തന്റെ തൊഴിലിൽ അർപ്പണബോധമുള്ളവനായിരിക്കണം. കൂടാതെ ഭക്തിയോടും മനസ്സിന്റെയും ഹൃദയത്തിന്റെയും ശുദ്ധിയോടെ പഠിപ്പിക്കണം. He should be a person who has renounced the pleasure of life. അവൻ ജീവിതത്തിന്റെ സുഖം ത്യജിച്ച ഒരു വ്യക്തി ആയിരിക്കണം. He should be possessed of great motives such as spiritual transmission. ആത്മീയ പ്രക്ഷേപണം പോലുള്ള മഹത്തായ ഉദ്ദേശങ്ങൾ അവനിൽ ഉണ്ടായിരിക്കണം. His work must be simply out of pure love for mankind at large. അവന്റെ പ്രവൃത്തി സ്നേഹത്തിൽ നിന്നായിരിക്കണം, മനുഷ്യരാശിയോടുള്ള ശുദ്ധമായ സ്നേഹത്തിൽ നിന്നായിരിക്കണം. He must be a person who practices thoroughly what he preaches. അവൻ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ നന്നായി പരിശീലിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. He should be a person with dedication and commitment, should have an understanding of the scriptures and should lead a value-based life. അർപ്പണബോധവും പ്രതിബദ്ധതയുമുള്ള വ്യക്തിയായിരിക്കണം. വേദഗ്രന്ഥങ്ങളിൽ അവഗാഹമുണ്ടായിരിക്കണം. മൂല്യാധിഷ്ഠിത ജീവിതം നയിക്കണം. Vivekananda's contribution to education. Vivekananda was the apostle of a man-making education. His education philosophy is a harmonious synthesis of the ancient Indian ideals and modern Western beliefs. A critical reader can see the essential characteristics of idealism, naturalism, pragmatism in his educational views. He has a true vision of the philosophy of education in India in its cultural context. A brief account of his contribution to the field of education is given below. മനുഷ്യനിർമ്മാണ വിദ്യാഭ്യാസത്തിന്റെ അപ്പോസ്തോലനായിരുന്നു
വിവേകാനന്ദൻ. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ തത്വശാസ്ത്രം പുരാതന ഇന്ത്യൻ ആദർശങ്ങളുടെയും ആധുനിക പാശ്ചാത്യ വിശ്വാസങ്ങളുടെയും സമന്വയമാണ്. ഒരു വിമർശനാത്മക വായനക്കാരന് തന്റെ വിദ്യാഭ്യാസ വീക്ഷണങ്ങളിൽ ആദർശവാദം, പ്രകൃതിവാദം, പ്രായോഗികത എന്നിവയുടെ അവശ്യ സവിശേഷതകൾ കാണാൻ കഴിയും. ഇന്ത്യയിലെ വിദ്യാഭ്യാസ തത്വചിന്തയെ അതിന്റെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് യഥാർത്ഥ കാഴ്ചപ്പാടുണ്ട്. വിദ്യാഭ്യാസ മേഖലയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകളുടെ ഒരു ഹ്രസ്വ വിവരണം താഴെ പറയുന്നു. Vivekananda revived the spirit of humanism in education by emphasizing that education should lead us to the goal of realizing God through love of humanity, self-sacrifice and work for the uplift of mankind. മനുഷ്യസ്നേഹം, ആത്മത്യാഗം, മനുഷ്യരാശിയുടെ ഉന്നമനത്തിനായുള്ള പ്രയത്നം എന്നിവയിലൂടെ ദൈവത്തെ സാക്ഷാത്കരിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് വിദ്യാഭ്യാസം നമ്മെ നയിക്കണമെന്ന് ഊന്നി പറഞ്ഞുകൊണ്ട് വിവേകാനന്ദൻ വിദ്യാഭ്യാസത്തിൽ മാനവികതയുടെ ആത്മാവിനെ പുനരുജ്ജീവിപ്പിച്ചു. He said the Indian youth right and inspired millions of people to receive right kind of education fitted to their needs, their cultural background and their national traditions. അദ്ദേഹം ഇന്ത്യൻ യുവാക്കളെ ശരിയാക്കുകയും ദശലക്ഷക്കണക്കിന് ആളുകളെ അവരുടെ ആവശ്യങ്ങൾക്കും അവരുടെ സാംസ്കാരിക പശ്ചാത്തലത്തിനും ദേശീയ പാരമ്പര്യത്തിനും അനുയോജ്യമായ വിദ്യാഭ്യാസം ലഭിക്കാൻ പ്രചോദിപ്പിക്കുകയും ചെയ്തു. His concept of education has been endorsed by modern psychologists as highly scientific as conceived by Vivekananda. Modern psychologists also consider education as a process of bringing out the dormant powers of the child by providing apt environment. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ ആശയം ആധുനിക മനഃശാസ്ത്രജ്ഞർ വളരെ ശാസ്ത്രീയമായി അംഗീകരിച്ചിട്ടുണ്ട്. വിവേകാനന്ദൻ വിഭാവനം ചെയ്തതുപോലെ ആധുനിക മനഃശാസ്ത്രജ്ഞർ വിദ്യാഭ്യാസത്തെ ഉചിതമായ അന്തരീക്ഷം പ്രദാനം ചെയ്തുകൊണ്ട് കുട്ടിയുടെ നിഷ്ക്രിയ ശക്തികളെ പുറത്തെടുക്കുന്ന ഒരു പ്രക്രിയയായി കണക്കാക്കുന്നു. In his philosophy of education, Vivekananda synthesized spiritual and material values. He felt that India needed a system of education based on ancient Vedantic ideals, but at the same time worthy of making individual earn his livelihood so that the country may progress. തന്റെ വിദ്യാഭ്യാസ ദർശനത്തിൽ വിവേകാനന്ദൻ ആത്മീയവും ഭൗതികവുമായ മൂല്യങ്ങളെ സമന്വയിപ്പിച്ചു. പൗരാണിക വേദദർശനങ്ങളിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്ത്യക്ക് ആവശ്യമാണെന്ന് അദ്ദേഹം കരുതി. എന്നാൽ അതേസമയം രാജ്യം പുരോഗതി കൈവരിക്കുന്നതിന് വ്യക്തിയെ ഉപജീവന മാർഗമാക്കാൻ യോഗ്യനാക്കി. Vivekananda is the first idealistic philosopher who gave a practical form to religious education. മതവിദ്യാഭ്യാസത്തിന് പ്രായോഗിക രൂപം നൽകിയ ആദ്യത്തെ ആദർശവാദിയായ തത്വചിന്തകനാണ് സ്വാമി വിവേകാനന്ദൻ. He advocated for the education of women as well as education for illiterate masses. By advocating women education, he visualized better homes, better people, better society and a prosperous nation. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും അതുപോലെ വിദ്യാഭ്യാസ നിരക്ഷരരായ ജനവിഭാഗങ്ങൾക്കും വേണ്ടി അദ്ദേഹം വാദിച്ചു. സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ അദ്ദേഹം മെച്ചപ്പെട്ട വീടുകൾ, മെച്ചപ്പെട്ട ആളുകൾ, മെച്ചപ്പെട്ട സമൂഹം, സമൃദ്ധമായ രാഷ്ട്രം എന്നിവ ദൃശ്യവൽക്കരിച്ചു. He formulated a synthetic approach to education by amalgamating the good element of idealism, naturalism and pragmatism. He was an idealist in fixing the aims, naturalist in suggesting method and pragmatist in setting the curriculum. ആദർശവാദം, പ്രകൃതിവാദം, പ്രായോഗികത എന്നിവയുടെ നല്ല ഘടകങ്ങളെ സംയോജിപ്പിച്ച് അദ്ദേഹം വിദ്യാഭ്യാസത്തിന് ഒരു സംയോജന സംബന്ധിയായ ഒരു സമീപനം രൂപപ്പെടുത്തി. ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നതിൽ അദ്ദേഹം ഒരു ആദർശവാദിയായിരുന്നു. മാർഗങ്ങൾ നിശ്ചയിക്കുന്നതിൽ പ്രകൃതി ശാസ്ത്രജ്ഞനായിരുന്നു. പാഠ്യപദ്ധതി ക്രമീകരിക്കുന്നതിന് പ്രായോഗികവാദിയായിരുന്നു. His education philosophy seeks to develop international brotherhood and intense nationalism simultaneously. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ തത്വശാസ്ത്രം അന്താരാഷ്ട്ര സാഹോദര്യം, തീവ്ര ദേശീയതയും ഒരേ സമയം വികസിപ്പിക്കാൻ ശ്രമിക്കുന്നു. He submitted a national system of education which is fitted to the needs of people, the cultural background and the national traditions. ജനങ്ങളുടെ ആവശ്യങ്ങൾക്കും അവരുടെ സാംസ്കാരിക പശ്ചാത്തലത്തിനും അവരുടെ ദേശീയ പാരമ്പര്യത്തിനും അനുയോജ്യമായ ഒരു ദേശീയ വിദ്യാഭ്യാസ സമ്പ്രദായം അദ്ദേഹം സമർപ്പിച്ചു. He founded the Ramakrishna Mission in 1899 with an intention of giving direction to educational and social activities. വിദ്യാഭ്യാസ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് ദിശാബോധം നൽകുകയെന്ന ഉദ്ദേശത്തോടെ 1899 അദ്ദേഹം രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചു.